അപ്പോൾ ഇവിടുത്തെ ഡയറക്ടറായ അജ് സാറും ബാസിം സാറൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ തന്നെ ഞാൻ കൺവിൻസ്ഡ് ആയി. ജോബ് റിസൈൻ ചെയ്തു, ഡയറക്റ്റ് ഇവിടെ ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്തിട്ട് ഒരു 4 മാസത്തോളമാണ് കോഴ്സ് ഇൻറ്റേൺഷിപ്പൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളത്. അപ്പോൾ ഇൻറ്റേൺഷിപ്പ് കഴിയുന്നതിന് മുന്നേ തന്നെ എനിക്ക് ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു 3-4 ഇൻ്റർവ്യൂസൊക്കെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ വന്നു. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഒരു പ്രൊജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് വർക്ക് ചെയ്തതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂസൊക്കെ അടിപൊളിയായി, ഒരു 3-4 ഇൻ്റർവ്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നല്ലത് ചൂസ് ചെയ്താണ് ഹൈദരാബാദിലേക്ക് പോയത്. ഹായ്, ഞാൻ രാഹുൽ. ഞാൻ കാസർഗോഡ് നിന്നാണ് വരുന്നത്. ഇപ്പോൾ ഹൈദരാബാദ് വർക്ക് ചെയ്യാണ് MEP BIM എഞ്ചിനീയറായിട്ട്. ഞാൻ BIM ചൂസ് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ തന്നെ ആയിരുന്നു ഒരു 3-3.5 വർഷത്തോളം വർക്ക് ചെയ്തത്. അപ്പോൾ എൻ്റെ ഒരു കരിയർ ഗ്രാഫ് കുറച്ച് സ്ലോ ഗ്രോത്ത് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഒരു അത്ര എക്സ്പീരിയൻസ് ഉണ്ടായിട്ടും വളരെ ഒരു സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടുള്ളൊരു ഗ്രോത്ത് ആണ് എന്നുള്ളൊരു കൺസേൺ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചുകൂടി ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു ഫീൽഡ് ചൂസ് ചെയ്യണമെന്ന് തോന്നിയത്. അപ്പോൾ ഒരു 3-3.5 വർഷം കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ തന്നെ സ്പെൻഡ് ചെയ്തുകൊണ്ട് ആ ഒരു സെക്ടറിൽ തന്നെ കുറച്ചുകൂടി ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു ഫീൽഡിലേക്ക് മാറണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്തും BIM-നെ പറ്റി അറിഞ്ഞതും. അപ്പോൾ വളരെ നല്ലൊരു ഫീൽഡായി തോന്നി, നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റിയൊരു ഫീൽഡായി തോന്നി. അങ്ങനെ ഞാൻ പ്രൊഫഷണലായിട്ട് സർട്ടിഫൈഡായി പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നോക്കി. അങ്ങനെയാണ് AEC സോർട്ട് ഔട്ട് ചെയ്തത്.